പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രി ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാൻ ഡോറൊക്കെ അടച്ച് ലൈറ്റ് ഓഫാക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ലോറി വന്ന് നിന്നു കേട്ടോ. പാർക്ക് ചെയ്തു. അപ്പോൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നോക്കി, അതിനകത്ത് 2 ആണുങ്ങൾ ഇരിപ്പുണ്ട്. ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരത്തേക്ക് കേട്ടോ. പിന്നെ ഞാനും കിടന്ന് ഉറങ്ങി. അതിനുശേഷം നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ ഈ വണ്ടി പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നോക്കി ഇതെന്താ അങ്ങനെ, ചില ആൾക്കാരൊക്കെ പാർക്ക് ചെയ്തിട്ട് രാവിലെ ആകുമ്പോൾ പോകുന്ന കാണാം. അപ്പോൾ ഇവരെന്താ പോകാൻ ഞാനൊക്കെ ചിന്തിച്ച് പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോയി. ഞാൻ ജോലിക്ക് പോയിട്ട് നമുക്ക് 3 മണി വരെ എനിക്ക് ജോലിയുള്ളൂ. ഞാൻ തിരിച്ചു പോരുന്നു കേട്ടോ. തിരിച്ചു പോരുമ്പോഴും ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ഈ ലോറിയിൽ നിന്ന് 2 കുട്ടികൾ ഇറങ്ങി നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു 28 വയസ്സ് ഒരു കൂടി വന്നാൽ, രണ്ടാമത്തവൻ ഒരു ചെറിയ പയ്യൻ 19-20 വയസ്സിനപ്പുറം പോവില്ല. 2 ആൺകുട്ടികൾ. അതുങ്ങൾ ഇങ്ങനെ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് കണ്ടപ്പോഴത്തേക്കും ഞാൻ ചിന്തിച്ചെന്താ ഇവരുടെ മുഖമൊക്കെ വാടിയിരിക്കുന്നത്, ഇവർ ഫുഡ് കഴിച്ചില്ലേ, വിശക്കുന്നുണ്ടോ? എൻ്റെ അമ്മമ്മ അങ്ങനെയാണ് ചിന്തിച്ചത് കേട്ടോ. അവർ ഫോണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടും ഫോണിൽ കോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഗേറ്റ് തുറന്ന് കയറി പോയിരുന്നു കേട്ടോ. കുറച്ചൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഗേറ്റിൽ വന്ന് തട്ടുന്ന ശബ്ദം കേട്ടു. ഞാൻ ഇറങ്ങി ചെന്നു, അപ്സ്റ്ററിലേക്ക് ഇറങ്ങി ചെന്നു. എന്താ മക്കളേന്ന് ചോദിച്ചു കേട്ടോ. എനിക്കപ്പോൾ അങ്ങനെ ചോദിക്കാനാണ് തോന്നി. അപ്പോൾ ഇവർ പറഞ്ഞു, ചേച്ചി കുടിക്കുന്ന വെള്ളമുണ്ട്, ഒരു കുപ്പി വെള്ളം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താന്ന് പറഞ്ഞു. ഞാൻ ഒരു കുപ്പി വെള്ളം എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് പമ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, ചില സമയത്തൊക്കെ ഞാൻ ട്യൂബ് ലൈറ്റ് ആവുമെന്നേ. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, പമ്പിൽ വെള്ളം ഉണ്ടായിരുന്നില്ലേ, പമ്പിൽ പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞു, പമ്പിൽ കുടിക്കുന്ന വെള്ളമില്ല ചേച്ചി, തീർന്നു പോയി എന്ന് പറഞ്ഞു, വൈകുന്നേരം വരുള്ളൂ എന്ന് പറഞ്ഞു. ഓ ശരി, ഞാൻ വെറുതെ ചോദിച്ചു കേട്ടോ. എനിക്ക് പെട്ടെന്ന് എന്നോട് തന്നെ ഒരു എന്താ പറയുന്നത് നാണക്കേട് തോന്നി കേട്ടോ. നമ്മൾ വെള്ളം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടും കൊണ്ടല്ല, പെട്ടെന്ന് ഞാൻ അങ്ങനെ അങ്ങ് ചോദിച്ചു പോയി, എന്തോ എനിക്കറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്നലെ രാത്രി വന്നതല്ലേ, എന്താ പോകാഞ്ഞത്? ഇപ്പോൾ സമയം 3 മണിയൊക്കെ 3:30 ആയല്ലോ, എന്താ പോകാഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചെറിയവൻ വലിയവനോട് പറയാണ്, നീ പറയടാ പറ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനൊന്നും മിണ്ടുന്നില്ല, വലിയ കുട്ടിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ഞാൻ ചോദിച്ചു, അപ്പോൾ ഇവൻ്റെ ആ ഒരു ഇതങ്ങ് മാറ്റാൻ വേണ്ടി ഞാൻ ചോദിച്ചു, എവിടെയാണ് വീട്, എവിടെയാണ് നാട്, എവിടെ പോയതാ നിങ്ങൾ, എവിടെ പോകുക എന്നൊക്കെ ഞാൻ ഒറ്റ ശ്വാസത്തിലാട്ടോ ചോദിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങളുടെ വീട് പയ്യന്നൂരാണ്, ഞങ്ങളൊരു ഫ്ലൈവുഡ് കമ്പനിയിൽ ജോലിയാണ്, ഞങ്ങൾ ആന്ധ്രയിൽ വരെ പോയതാണ്, പിന്നെ തമിഴ്നാട് വഴി നമുക്ക് വഴി തെറ്റി, അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കയറി മൂന്നാർ വഴിയാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ശരി ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴും ചിന്തിച്ച്, എന്തായിരിക്കും ഇവൻ നീ ചോദിക്കും നീ ചെറിയവൻ ചോദിച്ചെന്ന് ഒരു ചിന്ത എനിക്ക് ഉണ്ടായി കേട്ടോ. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ ഫുഡ് ഉണ്ടാക്കിയാണോ കഴിക്കുന്നത്, ഫുഡ് ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു കേട്ടോ മൂത്തവൻ. അവിടെ ചെറിയവൻ പറഞ്ഞു, ഇല്ല ചേച്ചി ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയിട്ടോ. കാരണം ഞാൻ ചിന്തിച്ചത് തന്നെയാണല്ലോ, ദൈവം ഈ കുഞ്ഞുങ്ങൾ എന്താ ഫുഡ് കഴിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു അവിടെ പോകല്ലേ, അവിടെ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി താഴേക്ക് ചെന്നു കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞു, എന്താ കൈ കാശില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ 14 ദിവസമായി നമ്മൾ യാത്രയിലായിരുന്നു, അപ്പം ഞങ്ങളുടെ കയ്യിൽ പൈസയൊക്കെ തീർന്നു, ഇനി ഒന്നുമില്ല, ഇന്നലെ ഇത്തിരി അരി ഉണ്ടായിരുന്നു, അതും കൂടെ വെച്ച് കഴിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. അത് പറയുമ്പോൾ തന്നെ ഒരു നാണക്കേടൊക്കെ പയ്യൻ്റെ വലിയവൻ്റെ ഡ്രൈവറിൻ്റെ മുഖത്തും ഉണ്ട് കേട്ടോ. അദ്ദേഹം വളരെ വിഷമത്തിലാണ് അത് പറയുന്നത്. ആ മോൻ പറയുന്നത് കേട്ടോ. മുതലാളിനെ വിളിച്ചപ്പോൾ മുതലാളി പറഞ്ഞത്, കയ്യിൽ പൈസ ഇല്ല, നാളെ നോക്കട്ടെ ഇട്ട് തരാം, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യാനാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞങ്ങൾ പോവാത്തത്. അപ്പോൾ കൂട്ടുകാരെ വിളിച്ച് നോക്കി, അപ്പോൾ കൂട്ടുകാരൊക്കെ കയ്യിലില്ല, ഇന്ന് സാറ്റർഡേ അല്ലേ, നാളെ സാറ്റർഡേ അല്ലേ, അപ്പോൾ വൈകുന്നേരം വല്ലേടെ പൈസ കിട്ടത്തുള്ളൂ, അന്നേരം ഇപ്പോൾ നോക്കാമെന്നാണ് കൂടെ ജോലി ചെയ്തവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിനും വകയില്ല ചേച്ചി, ഫോണിൽ അങ്ങോട്ട് വിളിക്കാൻ ഇങ്ങോട്ട് വിളിക്കാൻ ഒന്നും പൈസ ഇല്ല, ഇങ്ങോട്ടൊരു കോൾ വന്നാലായി, അങ്ങോട്ട് വിളിക്കാൻ എനിക്ക് കോൾ വിളിക്കാൻ ഞങ്ങളുടെ ഫോണിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ പെട്ടെന്ന് അതാണല്ലോ എനിക്ക് എന്തും മുന്നോട്ട് നിൽക്കുന്നത് എനിക്ക് സങ്കടം തന്നെയാണ് ആദ്യം കേട്ടോ. അപ്പോൾ വിശപ്പെന്ന് പറയുന്നത് എത്ര ഭീകരമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തു, അകത്ത് പോയിട്ട് നമുക്ക് ഏത്തപ്പഴമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതിൽ 3-4 ഏത്തപ്പഴമൊക്കെ എടുത്ത്, നിങ്ങളൊന്നും വിചാരിക്കേണ്ട, ഇത് ഇപ്പം തൽക്കാലം ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് അവരത് നിർബന്ധിച്ച് ഞാൻ കഴിപ്പിച്ചു. കാരണം എനിക്ക് അന്നേരം ഇപ്പോൾ അയ്യോ അത് ഡ്രൈവർമാരല്ലേ, മറ്റുള്ള ആൾക്കാർ ഇവരോട് അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നും എനിക്കില്ല കേട്ടോ. ഡ്രൈവർമാർ മനുഷ്യന്മാരാണ്. ഇപ്പം എൻ്റെ മക്കൾ അങ്ങനെയാണ്. ഒരു സാഹചര്യത്തിൽ അങ്ങനെ നിൽക്കേണ്ടി വന്ന് അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്ന് മറ്റൊരമ്മ അവർക്ക് അതേപോണൊക്കെ ചെയ്യും, ഉറപ്പാണ്. എല്ലാ സ്ത്രീകളും ദുഷ്ടകളല്ലല്ലോ. അപ്പം ഞാൻ എന്താ പറഞ്ഞു, ഇത് കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ പമ്പിൻ്റെ അപ്പുറത്ത് ഒരു പലചരക്ക് കടയുണ്ട്, അവിടെ പോയി ഇത്തിരി സാധനങ്ങളൊക്കെ മേടിക്കാം ബാ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചായിരുന്നു, അവർ സാധനങ്ങൾ തന്നില്ല ചേച്ചി. ആരും പുണ്യപ്രവൃത്തി ചെയ്യാനിരിക്കുമല്ലോ മക്കളെ, നിങ്ങൾ വാ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുപോയി അവർക്ക് അത്യാവശ്യം 2 കിലോ അരിയും അത് കണക്ക് ഇത്തിരി പച്ചക്കറിയും പാലും, 1 കവർ പാലും, പഞ്ചസാര, പിന്നെ തേയില ഒക്കെ അവർ വാങ്ങിച്ചു കേട്ടോ. ഉണക്കമീൻ ഇതൊക്കെ അവർ വാങ്ങിച്ചു കേട്ടോ. അത് വാങ്ങിച്ച് കൊണ്ടുവന്നു. അവർ വേഗം ചായയൊക്കെ തിളപ്പിച്ച് കുടിക്കാൻ തോന്നുന്നു. അവർ വണ്ടിയിലേക്ക് പോയി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി പോരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. എന്തിനാണ് മുതലാളി ഇത്രയും ദൂരമൊക്കെ നിങ്ങളുടെ കമ്പനിയുടെ ആവശ്യം? അവർക്കും ജീവിക്കാൻ വേണ്ടി അവരുടെ തൊഴിലാണെങ്കിൽ കൂടി ഇത്രയൊക്കെ ദൂരെ വീടും നാടും ഒക്കെ വിട്ട് യാത്ര ചെയ്യുന്ന ഡ്രൈവർമാരാണ്. അപ്പോൾ ഇവരുമൊക്കെ അത്യാവശ്യം നല്ല ആവശ്യത്തിന് പോലും പൈസ കയ്യിലില്ലാതെയൊക്കെ വിടുക, അല്ലെങ്കിൽ ചിലവായെങ്കിൽ നിങ്ങളത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇതൊന്നും ചെയ്യാൻ എന്താ മുതലാളി? മോശമാണ് കേട്ടോ മുതലാളി, ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ആ കുഞ്ഞുങ്ങൾ അതുങ്ങൾക്ക് അത്രയേ ഉള്ളൊരു, എനിക്ക് തോന്നുന്നു അത്രേ ഉള്ളൂ, ഇതേ ഉള്ളൂ. ഒരു അമ്മയോട് എന്ന പോലെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമം എനിക്ക് ഇപ്പോഴും ഈ പറയുമ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വന്നു. അവർ പമ്പിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് അവർ ഫുഡൊക്കെ കഴിച്ചു. ചേച്ചി ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മൊബൈൽ ചാർജ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. ഇനി അവർക്ക് അങ്ങോട്ടും ഒരു യാത്രയിൽ നമുക്ക് എപ്പോഴും എന്താവശ്യം വേണേലും സംഭവിക്കാം, അല്ല ആവശ്യം വേണേലും വരുമല്ലോ. അപ്പം മൊബൈലൊക്കെ റീചാർജ് ചെയ്ത് ഞാൻ കൊടുത്തു കേട്ടോ. പിന്നെ 1000 രൂപ എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്ക് വലിയ ഭാവം പറഞ്ഞിട്ട് നമുക്ക് ഒന്നും കിട്ടത്തൊന്നുമില്ല. ഞാൻ 10,000 കൊടുത്ത് 5,000 കൊടുത്തെന്നൊന്നും. കാരണം ഈ വീഡിയോ ചിലപ്പോൾ നമ്മുടെ മുതലാളി നമ്മുടെ ഈ മക്കളും ഒക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നുണ പറയാനൊന്നും പാടില്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 1000 രൂപയാണ് ഞാൻ ഈ മക്കളുടെ കയ്യിൽ അത് വെച്ച് കൊടുത്തു. അത്യാവശ്യം നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ കുട്ടികളുടെ ചെറിയവന് ഭയങ്കര സന്തോഷമായി. കാരണം അവൻ ചെറിയ കുട്ടിയല്ല, അവൻ അത്രയുള്ള അറിവേ ഉള്ളു. കിട്ടിയത് അത്രയും സന്തോഷം അല്ലേ? എൻ്റെ മോനാണേലും അങ്ങനെ തന്നെയല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു കേട്ടോ. ഡ്രൈവറായും ആ മോൻ്റെ മനസ്സ് കലങ്ങി കേട്ടോ. വേണ്ട ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയ്യോ പൈസ ഇല്ലാതെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാതെ കൂട്ടുകാരോ മുതലാളി ഇടുമ്പോൾ ഇട്ടോട്ടെ, ഇത് നിങ്ങൾക്ക് അമ്മ തന്നാന്ന് വിചാരിച്ചാൽ മതി പറഞ്ഞിട്ട് മക്കളുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് ആ പൈസ ഏൽപ്പിച്ചു. അപ്പോൾ അവർ പയ്യൻ ചോദിച്ചു, ചേച്ചി ഫോൺ നമ്പർ തരുമോ, ഞാൻ പൈസ തിരിച്ചിട്ട് തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എപ്പോഴെങ്കിലും ഇനിയും നിങ്ങൾക്ക് എവിടെയെങ്കിലും യാത്ര പോകുന്ന ഈ വഴി എത്തുവാണെങ്കിൽ ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. എൻ്റെ മക്കൾക്ക് അമ്മ തന്നാന്ന് വിചാരിച്ചാൽ അമ്മമാർ തന്ന മക്കൾക്ക് തിരിച്ചു കൊടുക്കുമോ? ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും ഇത്രയും ബുദ്ധിയൊക്കെ ഉള്ളു കേട്ടോ. അവർ യാത്രയായി. അപ്പോൾ കൊടുത്തിട്ട് വിളിച്ചു പറയുന്നു എന്നൊക്കെ ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്. അപ്പോൾ എൻ്റെ കണ്ടൻറ്റ് ഇതാണ്, കൊടുത്തിട്ട് വിളിച്ച് പറയൽ തന്നെയാണ്, അല്ലാതെ എനിക്ക് വേറെ കണ്ടൻറ്റൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് എന്തും പറയുന്നത് നിങ്ങളോടാണ്, അതെനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. എന്നെ കേൾക്കുന്നത് നിങ്ങളാണ്, അതുകൊണ്ട് അത്രേ ഉള്ളൂ. എല്ലായിടത്തും അല്ല അത്രയില്ല കേട്ടോ. വേറൊരു കാര്യം കൂടെ പറയാമേ. സാധാരണ ആൾക്കാരെ കണക്ക് തന്നെ ചില ഡ്രൈവേഴ്സിനോടൊക്കെ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ രാത്രി നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ വലിയ വണ്ടിക്കാർ കയറി വരുമ്പോൾ ഒന്ന് ലൈറ്റ് ഒന്ന് ഡിമ്മടിച്ച് തരുമോ പോലും ഇല്ല. നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ വേട്ടി ഒരു സെക്കൻഡിൽ നമുക്ക് സ്ഥലകാലബോധമൊക്കെ പോകും കേട്ടോ. അത് വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പം പ്രത്യേകിച്ച് നമ്മൾ 2 വീലറാണ് ഓടിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഒരുപാട് ഡ്രൈവേഴ്സ് എന്നോട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലേഡി ആണെന്ന് കാണുമ്പോൾ ഇങ്ങനെ പുറകിൽ വന്ന് ഹോൺ അടിച്ച് നമ്മളെ ഇരുട്ടായിട്ട് അടിക്കപ്പിക്കുക.
പിന്നെ അത് കണക്ക് തന്നെ സൈഡ് ചേർന്ന് വണ്ടിയുടെ ഇപ്പം നമ്മൾ ഈ വണ്ടി തട്ടി താഴേക്ക് ഇടും എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ നമ്മളെ പേടിപ്പിക്കുക ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് യാത്രകളിൽ എനിക്ക് ഒരുപാട് കൂട്ടായിട്ടുള്ള ഡ്രൈവേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു അവസരത്തിൽ അതും കൂടെ പറഞ്ഞതൊന്നും ഉള്ള അല്ലേ, പറയണ്ടേ? ശരി എന്നാ, ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്നവർക്കും ഒക്കെ ഉണ്ടെന്നേ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ അല്ലേ. ഇത്രയേ ഉള്ളൂ.